ഈ എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ സംഗീതത്തോട് ഇഷ്ടം തോന്നിയത്? ഞാൻ കൊച്ചിലെ തൊട്ട് പാട്ട് പാടും. പാട്ട് അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സംഗീതം പഠിക്കാൻ പോയി. 10ാം ക്ലാസ്സിലാണ് പഠിച്ചിട്ട് ജയിച്ച് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ ഈ ചാരുമ്പോട് ഒരു പാർത്ഥസാരഥി എന്ന് പറയുന്ന മ്യൂസിക് സ്കൂൾ തുടങ്ങിയിരുന്നു. ഞാൻ അവിടെ പോയ സംഗീതം അത് ഭാർഗവ സാറ് അതിൻ്റെ പിന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു സൂര്യനാട് മധു എന്ന് പറയുന്നത് എൻ്റെ പാട്ട് പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹമാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. പിന്നെ അവിടെ തന്നെ മൃദംഗം പഠിച്ചു. തിരുവനന്തപുരം തുളസീധരന്, ഇലഞ്ഞിമൽ സുശീൽ കുമാർ. ആ മധു സാറിൻ്റെ കാര്യം ബാബുചേട്ടൻ മറ്റേ രവീന്ദ്ര സംഗീത ഉത്സവത്തിന് അവാർഡ് മേടിക്കാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ഇനിയും കിട്ടട്ടെ. പക്ഷേ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും മഹത്തായ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം? ഒന്ന് രവീന്ദ്രൻ മാഷിൻ്റെ പേരിലുള്ള ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ്, പിന്നെ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്. ഫോക്ലോർ അതാണ് മിനിസ്റ്റർ പിണറായി വിജയൻ. ഓക്കെ, അത് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. പിന്നെ അല്ലാതെയുള്ള ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഉണ്ട്. ബാബുചേട്ടന് അതായത് ആത്മാവ് ഈ സംഗീതത്തിലേക്ക് ലയിക്കുമെന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഇതുപോലെ സോപാന സംഗീതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ മനസ്സങ്ങോട്ട് അലിഞ്ഞു ചേർന്നതായിട്ട് ഏതെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും പോകുമ്പോൾ പാട്ട് എഴുതുമ്പോൾ തന്നെ ഞാൻ അതിനകത്തങ്ങാവും. അതിപ്പോൾ എവിടെ ആയാലും ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, ഞങ്ങൾ ഫീലിങ്സ് കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യനാണ്. അസാധ്യ സംഗതികളോ അല്ല അസാധ്യമായിട്ട് പാടുന്ന ആളൊന്നുമല്ല. അപ്പം നമ്മുടേതായ ഒരു ഫീലിങ്സ് നമ്മൾ കൊടുത്താണ് പാടുന്നത്. അതുകൊണ്ടാണ് ആ പാട്ടുകളൊക്കെ ദാരികൻ്റെ ഒക്കെ ആയാലും അങ്ങനെ അത് വന്നത്. മ്യൂസിക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതുമ്പോൾ പരമാവധി നീതി പുലർത്തും, എഴുത്തായാലും സംഗീതമായാലും. അങ്ങനെ എഴുതിയൊരു പാട്ട്, ഒരു നെഡിലം നയന എന്നൊരു സാധനമുണ്ട്, ഈ പ്രാസം കൊണ്ട് മാത്രം. പദപ്രാസം എന്ന് പറയാം, അക്ഷരപ്രാസം എന്ന് പറയാം. അത് കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോപാനത്ത് പാടുന്നുണ്ട്, വളരെ കുറച്ച് ചുരുക്കം ആൾക്കാരെ പാടുന്നുണ്ട്. ആ പാട്ടിങ്ങനെ നിടില നയന സുധ ചടുല ഗമന കടു പടക തുടിത പടുഹാസിതയേ കഠിന ഹൃദയ നെടു ചുടല നടന ചുടു രുധിര ഭുജിത പരിപാലയമാം. ഇങ്ങനെ നിടിയ ജടയുമുടു കലയുമിടയുമിട മണിയും അടിയും അടി മുടിപണിയാം ജടുതി വരത പടത കുടിലരസ അടയ ഉടയ പരിപാലയമാം. ഇങ്ങനെ സാധനമാണ്. അങ്ങനെ നീണ്ടുപോകും. യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? യാത്രയാണ് ജീവിതം. എത്ര ദൂരം വേണം പോകാം. ഈ കൊറോണ സമയത്ത് പോലും ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ചുമ്മാ എഴുത്തൊക്കെ എടുത്ത് തിരുവനന്തപുരം വരെ പോയ ആളാണ്, ബൈക്ക് എടുത്ത് വീട്ടിൽ വെറുതെ. എന്നിട്ട് തിരിച്ചു പോരുന്നത്. അവിടെ എത്തി ഉടനെ തിരിച്ചു പോരുന്നത്. വീട്ടിലങ്ങ് അകത്തിരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണമൊക്കെ എങ്ങനെ, വെജിറ്റേറിയനാണോ അതോ നോൺ വെജ്? കൂടുതൽ ഞാൻ ഇറച്ചി കഴിക്കത്തില്ല, മീൻ കുറച്ചൊക്കെ. നമ്മുടെ യേശുദേവനെ കുറിച്ചൊരു പാട്ട് ഒരു പാട്ട് ചെയ്തതായിട്ട് ഞാൻ എവിടെയോ കണ്ടു. യേശുദേവനെ കുറിച്ച് പള്ളിയിൽ, ഏതൊരു പള്ളിയിൽ, വേളാങ്കണ്ണി പോയിരുന്നു. അത് നമ്മളിപ്പോൾ എവിടെ പള്ളിയിലായാലും അമ്പലത്തിലായാലും ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സവിടെ എത്തിച്ചേരും. അപ്പോൾ അവിടെ തന്നെ അന്നേരം ഒരു 10 മിനിറ്റ് വേണ്ട നമുക്ക് പാട്ട് ഇപ്പം വീഴുന്ന അങ്ങനെ ഒരു അവസ്ഥയായിട്ടുണ്ട്. അത് അവർക്ക് വേണ്ടി ചെയ്ത പാട്ടാണോ? അല്ലല്ല, ഞാൻ ചുമ്മാ പോയപ്പോൾ വെറുതെ പള്ളിക്കകത്ത് കയറിയെന്നത് ആരുമില്ലായിരുന്നു. ഞാനും മാതാവും മാത്രം. അന്നേരം കുർബാന കഴിഞ്ഞ സമയം തോന്നുന്നു. അന്നേരം അങ്ങനെ ഇരുന്ന് പാടി മാതാവിൻ്റെ മുമ്പേറ്റേക്ക് ഇരുന്ന് പാടി. ഞാനത് എവിടെ വായിച്ചു ഇങ്ങനെ. പിന്നെ ഒരുപാട് ആർട്ടിക്കിൾ കാണുന്നുണ്ട് ബാബുചേട്ടനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ. പക്ഷേ നമ്മളെപ്പോലുള്ളവർ ബാബുചേട്ടനെ കുറച്ചുകൂടെ അടുത്തറിയാവുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ സാധാരണ പ്രേക്ഷകർക്കത് ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ താങ്കളെപ്പോലെ ഇത്രയും വലിയ കഴിവുള്ള ഒരു മനുഷ്യൻ, ഇത്രയധികം പാട്ട് ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ അപൂർവമാണ്. താങ്കളെ അറിയപ്പെടാതെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഭാഗ്യം കിട്ടിയെന്നാണ് കരുതപ്പെടുന്നത്. അത്ര ചെയ്യാൻ ഇനിയും ചെയ്യണേന്ന്. അതുകൊണ്ടല്ലേ അനുശ്രീ ഓഡീസിൻ്റെ ഒരു 1000 പാട്ട് ഞാൻ ഏറ്റെടുത്തത്. അതെ. ഇപ്പം എത്ര പാട്ട് ചെയ്തു? ഇപ്പം 150 പാട്ട്. അടുത്ത 150 തുടങ്ങി. 150 പാട്ടൊക്കെ ചെയ്ത് കൊടുത്തു. അടുത്ത 150 തുടങ്ങി. അത് വന്ന് തുടങ്ങിയോ? അവർ സോഷ്യൽ മീഡിയ ഇട്ട് തുടങ്ങി. ബാബുചേട്ടൻ്റെ പേരൊക്കെ അതിനകത്ത് ഉണ്ട്. അത് യൂട്യൂബിൽ തന്നെ പല മേഖലകളിൽ കിടപ്പുണ്ട് നമ്മുടെ പേര്. പക്ഷെ അറിയത്തില്ലല്ലോ ആർക്കും. അതെ. എവിടെയാണ് യഥാർത്ഥ സ്ഥലം? ശൂരനാടെന്ന് പറയുന്നൊരു വളരെ മനോഹരമായ ഗ്രാമം, കൊല്ലം ജില്ല. ആ ഗ്രാമീണ കണ്ട് നമ്മുടെ ആ ജീവിത രീതിയിലും ആ ഗ്രാമീണതയുണ്ട്. നമുക്ക്
നമ്മുടെ നാടിന് ഈ നാട്ടുകാരുടെ സാറിന് പറയും, സാറിന് ഗ്രാമപ്രദേശമല്ലേ, അതെ. അവിടെ ഉള്ളവർക്ക് ഈ നന്മ കൂടുതലാണ് നാട്ടുകാർക്ക്. നമ്മൾ ഒരാൾ പറഞ്ഞ അനുസരിക്കുന്നത് ഇത് ഭയങ്കര നമ്മൾ കൊച്ചിലെ തൊട്ടൊരു ചിട്ട നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ അത് നമ്മളൊരാളും വഴിതെറ്റി പോരില്ല. ഗ്രാമങ്ങളിലെ കുട്ടികൾ അങ്ങനെ പോകാറില്ല. പട്ടണത്തിലെ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്കൊരു എന്താ ഗ്രാമങ്ങൾ പ്രദേശത്ത് മൊത്തത്തിലൊരു നോട്ടം ഉണ്ടായിരിക്കും, ആ ഗ്രാമത്തിൻ്റെ ഒരു നോട്ടം. ഒറ്റ തിരിഞ്ഞാൽ ഒരു കുട്ടി പോയാൽ ഇന്നാടെ മുളല്ലേ പോകുന്നത്, ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നമ്മൾ തെറ്റിന് പോയാലും പറയും ഇന്നടുത്ത എന്നൊരു അച്ഛനെ എന്ത് കാണട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം തിരിച്ചു പോകും. അങ്ങനൊരു ഗ്രാമത്തിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ. നമ്മൾ രാഷ്ട്രീയപരമായിട്ടും എന്തെങ്കിലും ഒക്കെ? ഞാൻ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആളാണ്. അല്ല, സെപ്പറേറ്റ് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. അതല്ല എൻ്റെ രാഷ്ട്രീയത. അതെ. ഇപ്പോഴത്തെ തൂഫാനെ കുറിച്ച് എന്താണ് അഭിപ്രായം? തൂഫാൻ നല്ലതല്ലേ? എൻ്റെ ഒരു ജനത, ഒരു സമൂഹം, എന്തൊരു തലമുറ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ചിഹ്നത്തിൽ രക്ഷയില്ല. ഞാൻ അന്വേഷിച്ചായിരുന്നു ഇതിനെക്കുറിച്ച്. അന്വേഷിച്ച് പറഞ്ഞ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുക. അതെ. അല്ലാതെ ഒരു വെള്ളം ചേർക്കലൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. അടിവേര് അറുക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്ത് തന്നെയാണ്. അതെ 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 അതെ. അത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടുണ്ട്. സപ്പോർട്ടുണ്ട്.